രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇന്ന് രാവിലെ 9 മണിക്ക് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. വിവരങ്ങളുമായി റിനു ശ്രീധറാണ് ഇപ്പോൾ ചേരുന്നത്. റിനു, ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന സൂചന ധനമന്ത്രി നൽകിയതാണ്, നമ്മോട് ഇന്നലെ അത് പറഞ്ഞതുമാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് ബജറ്റിൽ? റിനു, ഗുഡ് മോർണിംഗ്. ഉന്മേഷ, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് എന്ന് തന്നെ നമുക്ക് പറയാമല്ലോ. എന്തായാലും ജനകീയ ബജറ്റായിരിക്കും. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി LDF-ന്, അതിൽ നിന്ന് ഒരു കരകയറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ക്യാപ്സൂളുകൾ കൃത്യമായി തന്നെ ഈ ബജറ്റുകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിദഗ്ധരടക്കം പറയുന്നത്. ഏത് തലത്തിലായിരിക്കും ജനങ്ങളെ കയ്യിലെടുക്കുക എന്നുള്ളത് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അത് കണ്ടറിയുവാൻ വേണ്ടി അവശേഷിക്കുന്നത്. ഏകദേശം 8:30 ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ബജറ്റുമായി നിയമസഭയിലേക്ക് എത്തും. 9 മണിക്ക് ബജറ്റ് സമ്മേളനത്തിൽ ബജറ്റ് അവതരിപ്പിച്ച് തുടങ്ങും എന്നുള്ളതാണ്. നമുക്കറിയാം, ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്ന ചില മേഖലകളുണ്ട്. ആ മേഖലകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒക്കെ തന്നെ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ബജറ്റ് സമ്മേളനത്തിൽ അല്ലെങ്കിൽ ബജറ്റിൽ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. ഇന്നലെ സാമ്പത്തികമായിട്ടുള്ള, അതായത് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്നലെ സഭയിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക അച്ചടക്കം പാലിച്ചുമാണ് കേരളം ഉയർന്ന GSDP-യിലേക്ക് കൈവരിച്ചു എന്നുള്ളതാണ് സർക്കാർ ഈ റിപ്പോർട്ടിലൂടെ പറഞ്ഞു വെക്കുന്നത്. ആ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ബജറ്റ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഏത് മേഖലയ്ക്കൊക്കെ തന്നെ ഗുണം ചെയ്യും, ഏത് മേഖലയ്ക്ക് അത് ഗുണം ചെയ്യാതെ പോകും എന്നുള്ളതൊക്കെ തന്നെ വിലയിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. വിദഗ്ധരടക്കം അത് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസനം ഏത് മേഖലകളിലേക്ക് പോകും. വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും കാർഷിക മേഖലയായാലും ഇവയ്ക്കൊക്കെ തന്നെ ഏത് തരത്തിലുള്ള ഗുണമായിരിക്കും ഈ ബജറ്റിലൂടെ മുന്നോട്ട് വെക്കുക, സംസ്ഥാന സർക്കാർ ഏത് തരത്തിലായിരിക്കും ഈ മേഖലയൊക്കെ തന്നെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. എന്തായാലും 8:30 തന്നെ ധനമന്ത്രി നിയമസഭയിലേക്ക് തിരിക്കും. 9 മണിക്ക് ബജറ്റ് സമ്മേളനം ആരംഭിക്കും. ഉന്മേഷം, സംസ്ഥാന ബജറ്റിൽ എന്തൊക്കെയുണ്ട് എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നതാണ് അറിയേണ്ടത്. രാവിലെ 9 മണിക്കാണ് സംസ്ഥാന ബജറ്റ് അവതരണം. റിനു ശ്രീധർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.